ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേർഡിൻ്റെ ലാബ് 2 എക്സസൈസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിൽ വേർഡ് ടൈപ്പ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഇത്രയും ടൈപ്പ് ചെയ്യുക ആദ്യം തന്നെ. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സേവ് ചെയ്യാൻ മറക്കണ്ട. സേവ് കൊടുക്കുക, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ലൊക്കേഷൻ കൊടുക്കുക. ഡെസ്ക് ടോപ്പിൽ, നോട്ടിൽ, വേർഡിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ, ന്യൂ ഫോൾഡർ, ലാബ് 2. എന്ത് പേരിലാണ് സേവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞങ്ങനെ നോക്കിയിട്ട് കൊടുക്കുക. ലാബ് 2 എന്ന് തന്നെ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാബ് 2 എന്ന് തന്നെ കൊടുക്കുക. സേവ്. ഇപ്പോൾ ലാബ് 2 ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ അതുപോലെ വരുത്തുക. ഇപ്പോൾ ഓക്കെ ആണ്. ഇവിടെ ഷേപ്സ്, ഈ ഒരു സ്മൈലി ഫേസ് വരണം. അത് ഷേപ്സിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് എവിടെയാണോ വരുത്തേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുക. ഉണ്ടാവും പല ഷേപ്സുകൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അത് ചെറുതാക്കുക. ഇതിൻ്റെ കളറും എല്ലാം മാറ്റാൻ പറ്റും നമുക്ക്. അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സ്പേസ് കൊടുത്ത് അത് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. ഒന്നല്ലെങ്കിൽ വീണ്ടും ആ ഷേപ്സിൽ പോയി തന്നെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+C വെച്ച് കോപ്പിയും Ctrl+V വെച്ച് പേസ്റ്റും ചെയ്താൽ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ആവുന്നതാണ്. അങ്ങനെ 2 എണ്ണം ക്രിയേറ്റ് ആയി. സോ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ആയിപ്പോൾ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ അങ്ങോട്ട് ചെയ്തു പോകുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റിഫൈ ദ പാരഗ്രാഫ്. ഇത് ഇത്ര ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുക. Ctrl+S കൊടുത്താൽ മതി. പിന്നെ ഇവിടെ അതിന് മുമ്പ് തന്നെ ഈ അണ്ടർലൈൻ റെഡ് മാർക്ക് വരുവാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു എറർ ഉണ്ടെന്ന് കാണിക്കുകയാണ്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇഗ്നോർ ഓൾ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ സ്പേസിൻ്റെ ഒരു കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് വന്നോളും. ഇനി ജസ്റ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റിഫൈ എങ്ങനെയെന്ന് വെച്ചാൽ ഫുള്ള് സെലക്ട് ചെയ്യുക. Ctrl+A ഞെക്കുക, അല്ലെങ്കിൽ ഫുള്ള് ഇങ്ങനെ വലിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോമിൽ പോവുക.
ലെഫ്റ്റ് അലൈൻ, സെൻട്രൽ അലൈൻ, റൈറ്റ് അലൈൻ, ജസ്റ്റിഫൈ ഇവിടെ തന്നെയുണ്ട്. Ctrl+J അല്ലെങ്കിൽ ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? അപ്പം അതൊരു പ്രോപ്പറായിട്ട് അലൈനായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദ വേർഡ് യു വിത്ത് ദേ. അതിനായിട്ട് റീപ്ലേസ് ഉള്ളത് ഹോമിൽ തന്നെയാണ്. ഹോമിൽ റീപ്ലേസ് കൊടുക്കുക, യു എന്ന് ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞൊരു സ്പേസ് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ യുവർ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദേ എന്ന് കൊടുക്കുക, അത് കഴിഞ്ഞൊരു സ്പേസ് കൊടുക്കുക. യു എന്ന് കൊടുക്കുക, സ്പേസ് കൊടുക്കുക, ദേ എന്ന് കൊടുത്ത് സ്പേസ് കൊടുക്കുക. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്പേസ് കൊടുത്തില്ലെങ്കിൽ യുവർ എന്നൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി മാറിപ്പോവും. ഓക്കെ, 2 സ്പേസ് കൊടുത്തു കഴിഞ്ഞ് റീപ്ലേസ് ഓൾ കൊടുത്താൽ മതി. ഓൾ ഡൺ, വി മെയ്ഡ് 8 റീപ്ലേസ്മെൻറ്റ്. 8 സ്ഥലത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. അതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഗോ ടു ലൈൻ നമ്പർ 7 ഡയറക്റ്റ്ലി. ലൈൻ നമ്പർ 7 പോകാൻ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാം. 7 അല്ലെങ്കിൽ കുറേ പേജസ് ഉള്ളപ്പോൾ എത്രാമത്തെ ലൈനാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാണ് ഈ ഒരു ഓപ്ഷൻ. ഹോമിൽ പോവുക, ഫൈൻഡിൻ്റെ ഈ ഒരു ആരോ ഡോട്ടിൻ്റെ അവിടെ നിൽക്കുക, ഗോ ടു നിൽക്കുക, ഗോ ടു പേജ്, സെക്ഷൻ, ലൈൻ, ബുക്ക് മാർക്ക് പലതും ഉണ്ട്. അതിൽ ലൈൻ നിൽക്കുക, ലൈൻ നമ്പർ 7 എന്നാണ് പറഞ്ഞത്. 7 ക്ലിക്ക് ചെയ്യുക, ഗോ ടു എന്ന് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇതാണ് ലൈൻ നമ്പർ 7. നമ്മൾ എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 1 2 3 4 5 6 7. കൃത്യമായിട്ട് ഇവിടെയാണ് 7th ലൈനായി. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ചേഞ്ച് ദ ടെക്സ്റ്റ് ഓഫ് ദ ടൈറ്റിൽ ടു ഏരിയൽ ബ്ലാക്ക്. ഏരിയൽ ബ്ലാക്കിൽ ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ മാത്രം, ടൈറ്റിലൊന്നല്ല, ടെക്സ്റ്റ് ടൈറ്റിൽ ടു ഏരിയൽ ബ്ലാക്ക്. ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമാണെങ്കിൽ അത് മാത്രമായിട്ട് ഏരിയൽ ബ്ലാക്ക് ആക്കുക, അല്ലെങ്കിൽ ഫുൾ ഭാഗം ഏരിയൽ ബ്ലാക്ക് ആക്കാനാണെങ്കിൽ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ടൈറ്റിൽ മാത്രം കൊടുത്താലും മതി. ഫുൾ സെലക്ട് ചെയ്യുക, ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഹോമിൽ തന്നെ ഏരിയൽ ബ്ലാക്ക് ഉണ്ടാകുന്ന നോക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, ഏരിയൽ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അത്ര ഉണ്ടാവും. സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ document to some light color and give a border to the page. പേജിൻ്റെ കളർ ഒരു ലൈറ്റ് കളർ ആക്കാനും പിന്നെ ഒരു ബോർഡർ പ്രൊവൈഡ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഡിസൈനിൽ പോവുക, പേജ് കളർ ഏതെങ്കിലും ലൈറ്റ് കളർ ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ പേജ് ബോർഡറിൽ പോവുക, നോർമൽ ബോർഡർ ഏതെങ്കിലും വയ്ക്കുക, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ കൊടുത്താൽ കണ്ടോ ബോർഡർ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവൈഡ് എ ഹെഡർ മെസ്സേജ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഹെഡർ എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് സൈഡിലുള്ള ഫൂട്ടറിന് ഏറ്റവും താഴത്തുള്ളതാണ്. ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്യാനാണ് അടുത്ത 2 ക്വസ്റ്റ്യൻ. ഹെഡർ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മോളിൽ വരും. ഹെഡർ സെറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ടിൽ തന്നെ ഉണ്ട്. ഇൻസേർട്ടിൽ ഹെഡർ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക.
ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഹെഡർ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൂട്ടർ സെറ്റ് ചെയ്യാനാണ്. MS വേർഡ് എന്ന് പറഞ്ഞൊരു ഫൂട്ടർ മെസ്സേജ് എടുക്കാൻ. ഇതുപോലെ തന്നെ ഹെഡറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇൻസേർട്ടിൽ ഫൂട്ടർ. ഏത് ഫൂട്ടർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ. ഫസ്റ്റ് വൺ തന്നെ ചൂസ് ചെയ്യുക. MS വേർഡ് എന്ന് കൊടുക്കുക. MS വേർഡ് എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് ടുഡേസ് ഡേറ്റ് ആൻഡ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻ്റിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ് ഒരു എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ടിലുണ്ടാവും. ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും ടൈമും തന്നെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റും ടൈമുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ച് ദ സ്റ്റൈൽ ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻറ്റ് ടു അപ്പർ കേസ്. ടൈറ്റിലിൻ്റെ അപ്പർ കേസ് ആക്കാനാണ്. ടൈറ്റിൽ മാത്രം അപ്പർ കേസ് ആക്കാനാണ് പറയുന്നത്. ഇതാണ് ടൈറ്റിലായിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ടൈറ്റിൽ ഫുള്ള് സെലക്ട് ചെയ്യുക. ഹോമിൽ പോവുക. ചേഞ്ച് കേസ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പർ കേസ് എന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അത് മാത്രം ഫുൾ ക്യാപിറ്റലായി അപ്പർ കേസായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ ടൈറ്റിൽ ആൻഡ് ബോഡി ഓഫ് ദ ഡോക്യുമെൻറ്റ്. എന്ന് വെച്ചാൽ ഈ ടൈറ്റിലും ബോഡിയുടെ ഇടയ്ക്ക് ഒരു ലൈൻ വരയ്ക്കാനാണ്. ലൈൻ വരയ്ക്കാൻ ഇൻസേർട്ടിൽ പോവുക. ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ച് ഞെക്കി പിടിച്ചോണ്ട് തന്നെ എവിടം വരെ വേണോ അവിടം വരെയുള്ള ലൈൻ കൊടുത്താൽ മതി. എന്നിട്ട് വിട്ടാൽ മതി. നമുക്ക് ലൈനിൻ്റെ കളറും എല്ലാം മാറ്റാം. കണ്ടോ, ലൈനായി. പിന്നെ സേവ് ദ ഫയൽ ആസ് ലാബ്2 ഇൻ യുവർ ഫോൾഡർ. അവസാനമായിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് സേവ് ചെയ്തേക്കുക. ഇവിടെ സേവ് കൊടുത്താൽ മതി. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സേവ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് ഫോൾഡറിൽ പോയി സേവ് ചെയ്യുക. അത്രയാണ് ലാബ് 2-ലുള്ളത്.